ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അതിലേക്കായിട്ട് വലിയ 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ട് അതിൽ മസാല ആക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ഞൾ, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചെറിയ ജീരകപ്പൊടി, വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് മസാല തേക്കണ പോലെ തന്നെ കേട്ടോ. പിന്നെ കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതൊരു 10 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി വന്നോട്ടെ. ആ സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. കുറച്ചല്ല കേട്ടോ, കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച 3 വലിയ സവാള ഉണ്ടല്ലോ, അത് നല്ലോണം ഒന്ന് അരിഞ്ഞെടുത്തത് ഞാൻ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുകയാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൂപ്പിച്ച് കോരുമല്ലോ, ആ പരുവത്തിൽ നമ്മൾ സവാളയൊക്കെ നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ പരുവാകുമ്പോൾ നമ്മൾ കോരി മാറ്റണേ. അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും, കാരണം ഈ സമയത്ത് ഉള്ളി നമുക്ക് നല്ലോണം ഇങ്ങനെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി ഫ്രൈ ആയി വന്നപ്പോൾ അതിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ എണ്ണൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് എണ്ണ മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ കുറച്ച് എണ്ണ കോരി മാറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് എണ്ണ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി കൂടുതൽ എണ്ണ ഉണ്ട് കേട്ടോ, നല്ല ഓയിലി ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ അല്പം അളവ് കുറച്ചുകൂടി കുറച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ചിക്കനൊക്കെ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നല്ലോണം തിക്കായിട്ട് തന്നെ അതിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ മൂടി കൊടുക്കുന്നുണ്ട്. മൂടി കൊടുത്തിട്ട് ഒരു മീഡിയം ലെവലിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലോണം ഇങ്ങനെ ഒരു ഭാഗം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ട് വീണ്ടും അതേപോലെ വേവിച്ചെടുക്കണേ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും വേവിച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ കുറച്ചിങ്ങനെ വറ്റി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ, അത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ. ഇതിൽ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ, പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ വറ്റി നല്ലോണം ഒരു റോസ്റ്റ് പരുവത്തിലായി കിട്ടും. ആ സമയത്താണ് ഇത് നമ്മൾ തുറന്നു കൊടുക്കേണ്ടത്. അപ്പോൾ അത് കണ്ടില്ലേ, വെള്ളമൊക്കെ പോയിട്ട് ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചിക്കൻ ഇങ്ങനെ കോരി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ബാക്കി അതിലുണ്ടാവും, എന്നാലും നമ്മൾ അതിൽ നിന്ന് ചിക്കനൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കനാണ് കേട്ടോ. എന്തായാലും ട്രൈ ആയിക്കോളി. ചപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോംബോ ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. വീണ്ടും വരാം. ഓക്കെ, താങ്ക്